എക്സാമൊക്കെ കഴിയാറായി. ഒരുപാട് കുട്ടികളുടേത് കഴിഞ്ഞു. ഈ സമയത്ത് അവധി ആഘോഷിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കിറ്റ്കാറ്റ് ഐസ്ക്രീം റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് കിറ്റ്കാറ്റ് എടുക്കാം. 2 ഫിംഗേഴ്സ് ഉള്ള 8 കിറ്റ്കാറ്റാണ് ഞാനിവിടെ ആദ്യം എടുക്കുന്നത്. ഇതിൻ്റെ പാക്കറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പ്ലാസ്റ്റിക് കവറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇത് 8 കിറ്റ്കാറ്റാണ് ഉള്ളത്. ഇത് നമുക്കൊരു കവറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിലും പൊടിക്കാം. കിറ്റ്കാറ്റ് ഇവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു 3 കിറ്റ്കാറ്റ് എടുത്ത് നമുക്ക് മെൽറ്റ് ചെയ്യാം. ഞാനിത് മൈക്രോവേവിൽ വെച്ച് 1/2 മിനിറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് ഒരു ഫോർക്ക് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. 3 കിറ്റ്കാറ്റാണ് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം തന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഈ ബൗളിലേക്ക് ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ എക്സ്ട്രാ മധുരം ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് ഉള്ളതെങ്കിൽ ഇത്രയും അളവ് ക്രീമിന്, അതായത് 1 കപ്പ് ക്രീമിന് 150 ഗ്രാം മിൽക്ക് മെയ്ഡ് ചേർക്കണം. ഈ ക്രീം ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് സ്പൂണിൽ എടുക്കുന്ന സമയത്ത് താഴോട്ടേക്ക് വീഴാത്ത അത്രയും കട്ടിയിൽ വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ഉപ്പ് കൂടി പോവരുത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കിറ്റ്കാറ്റ് ചേർക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച കിറ്റ്കാറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കിറ്റ്കാറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചെടുത്തുനിന്ന് കട്ടയായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി മെൽറ്റ് ചെയ്തെടുത്താൽ മതി. മെൽറ്റ് ചെയ്താൽ തണുപ്പിച്ചതിന് ശേഷം മാത്രം ക്രീമിലേക്ക് ചേർക്കുക. ചൂടോടുകൂടി ഒരിക്കലും ചേർക്കരുത്. ഈ മെൽറ്റ് ചെയ്ത കിറ്റ്കാറ്റും കൂടി ഈ ക്രീമിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം. അതിനുശേഷം ഫ്രീസറിൽ വെച്ചിട്ട് കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാനിതൊരു ഐസ്ക്രീം ബോട്ടിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. ഞാൻ ഈ കിറ്റ്കാറ്റ് ഐസ്ക്രീം ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഫ്രീസറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ 6 മണിക്കൂറിന് ശേഷം ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം നന്നായി സെറ്റായിട്ടുണ്ട്. നമുക്കിതിന് സെർവ് ചെയ്യാം. ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ പീനട്ട്സ് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പാണ്. ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ ചോക്ലേറ്റ് സിറപ്പിൽ അല്പം പീനട്ട്സ് റോസ്റ്റ് ചെയ്തത് ഞാൻ പൊടിച്ച് ചേർത്ത സിറപ്പാണിത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തത് വെച്ച് കൊടുക്കാം. 5 ചെറിയ സ്കൂപ്പാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് നട്ട്സ് ഒന്നും ചേർക്കാത്ത പ്ലെയിൻ ആയിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഫ്രൂട്ട് സിറപ്പോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൻ്റെ സൈഡിലായി 2 കിറ്റ്കാറ്റും കൂടി വെച്ച് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി കിറ്റ്കാറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ ഐസ്ക്രീം നിങ്ങൾക്ക് കിറ്റ്കാറ്റ് അല്ലാതെ ഏത് ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്